ഹായ് ഗായ്സ്, ഞാൻ ആശകളായിരുന്നു പറഞ്ഞ സിനിമ ഭയങ്കര ആശയോടെ കാണാൻ വന്നതാണ്. ആൻഡ് ഈ സിനിമയിൽ ആശാ ശരത്തുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, സിനിമയെ കുറിച്ച് സംസാരിക്കാം. സിനിമ ഡയറക്ട് ചെയ്തത് ജി പ്രജിത്ത് ആണ് സിനിമയുടെ ഡയറക്ടർ, നോൺ ഫോർ അടക്കൻ സെൽഫി. ആൻഡ് ദിസ് മൂവി ഇസ് റിട്ടൺ ബൈ ജൂഡ്. നമ്മുടെ 2018 മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായ ഒരു സിനിമയുടെ ഡയറക്ടറാണ്. ആൻഡ് സിനിമയിലെ കാസ്റ്റുകൾ ആശാ ശരത്ത് ആൻഡ് ഫാദർ ആൻഡ് സൺ ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആൻഡ് സഫറുദ്ദീൻ. ഞാൻ തുടക്കം പറഞ്ഞ പോലെ ഭയങ്കര ആശയോടെ സിനിമ കാണാൻ വന്നതാണ്, ഭയങ്കര പ്രതീക്ഷയോടെ സിനിമ കാണാൻ വന്നതാണ്. ആൻഡ് ഐ ലവ് ജയറാം ആൻഡ് ഐ ലവ് കാളിദാസ് ജയറാം ഓൾസോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഹാഫ് നല്ല ഫണ്ണായിട്ട് പോകുന്നൊരു ഫസ്റ്റ് ഹാഫാണ്, ഭയങ്കര ബോറടിപ്പിക്കാതെ അച്ഛനും മോൻ്റെ ഒരു പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. ആൻഡ് സെക്കൻഡ് ഹാഫ് അൺഫോർച്ചുനേറ്റ്ലി വളരെ സങ്കടമുണ്ട് പറയാൻ, അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര ലാഗ് ആൻഡ് ഒരു ആവറേജ് എന്ന് പറയാം. അങ്ങനെ താഴ്ത്തി കെട്ടാൻ എനിക്ക് താല്പര്യമില്ല, ഒരു ആവറേജ് പടം. ആൻഡ് ഇതൊന്നും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. എനിക്ക് പേഴ്സണലി മൂവി ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഇതിലൊരു സോങ് ഒക്കെ ഉണ്ട്, ജയറാമേട്ടന് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് സോങ് ഉണ്ട്, ജയറാമേട്ടന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പടത്തിൽ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അനോമി സിനിമ പോയി കാണണം ആൻഡ് അതിന്റെ റിവ്യൂ ഇടണം. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ. അനോമി സിനിമ കാണാൻ പോവാണ്. ആ സിനിമ കണ്ടിട്ട് അതിന്റെ വിലയേറെ അഭിപ്രായം ഞാൻ പറയുന്നതാണ്. ആൻഡ് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കമന്റ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.